ഞാൻ സെനോബിറ്റിസിന്റെ ഇന്ദുവാണ്. എൻ്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആർമി, ഞാനിന്ന് വന്നിട്ടുള്ള എന്തിനാണെന്നറിയാവോ? എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഈ കൊല്ലവും ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻഡത്തിനുള്ള അവാർഡ് BTS ആർമിക്ക് തന്നെയാണ്. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? എന്നാൽ പിന്നെ ആർമിക്കായിട്ടൊരു കോമ്പറ്റീഷൻ തന്നെ ആയാലോ? ഒരു ഫോട്ടോ കോമ്പറ്റീഷൻ തന്നെ നടത്തിക്കളയാം. ഞങ്ങളുടെ ഗ്രൂപ്പായ പേർപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ BTS ആർമിക്കായിട്ട് ഒരു പർപ്പിൾ ഡ്രസ് ഫോട്ടോ കോമ്പറ്റീഷൻ നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2021 BTSന്റെ ബട്ടർ റിലീസ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു യെല്ലോ ഡ്രസ് ഫോട്ടോ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മളൊരു പർപ്പിൾ ഡ്രസ് ഫോട്ടോ കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമിക്കായിട്ട് ഒരു ബ്ലാങ്ക് ഫോട്ടോ കാർഡ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. ആ ഒരു ഫോട്ടോ കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ പർപ്പിൾ ഡ്രസ്സിൽ ഒരു സെൽഫി എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എനിക്ക് ടാഗ് ചെയ്യുകയോ അതല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സൗന്ദര്യമോ സ്കിൻ കളറോ ഒന്നും പരിഗണിച്ചിട്ടല്ല നമ്മൾ പ്രൈസ് കൊടുക്കുക. അത് ആദ്യമേ പറഞ്ഞേക്കാം. ഫോട്ടോ കണ്ടിട്ട് അയ്യോ ആ കൊച്ചിനാണോ കിട്ടിയത്, അത് വേണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നോക്കുക വെറൈറ്റി ഫോട്ടോസ് ആയിരിക്കും. കണ്ടാൽ ആർമിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഉള്ള ക്യൂട്ട് ആൻഡ് വെറൈറ്റി ഫോട്ടോസ് ആയിരിക്കും. അതിൽ സൗന്ദര്യ മത്സരത്തിലെ പോലത്തെ ജഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമല്ല. അതിലൊരു ഫസ്റ്റ് പ്രൈസും ഒരു സെക്കൻഡ് പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ റെഡി ആയിക്കോളുക. അതുപോലെ തന്നെ ആ ഫോട്ടോ കാർഡ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പരും വാട്സപ്പ് നമ്പരും നമുക്ക് ഷെയർ ചെയ്യുക. വെറുതെ അങ്ങോട്ട് ഫോട്ടോ കാർഡ് തന്നിട്ട് കാര്യമില്ല. ആ ഫോട്ടോ കാർഡ് നിങ്ങളുടെ ഫോട്ടോയോടൊപ്പം തന്നെ BTSന്റെ ഒരു ഫേമസ് ക്വാട്ട്സ്, അതായത് നിങ്ങൾ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള BTSന്റെ ഒരു ക്വാട്ട്സും കൂടെ ആഡ് ചെയ്യുക. റിപ്പീറ്റഡ് ക്വാട്ട്സ് വരികയാണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള BTSന്റെ നല്ല ഒരു ക്വാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് എഴുതുക. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പേർപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിൽ പുതിയതായിട്ട് പിള്ളേരെ ആഡ് ചെയ്തു. സബ് ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്തത്. അവരെ മെയിൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മെയിൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഒരു 100 മെമ്പേഴ്സ് ഉണ്ട്. അത് കൂട്ടാനും കുറയ്ക്കാനും താല്പര്യമായി നമ്മൾ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 100-200 പിള്ളേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. അവരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഓവറായി പോവോ ഫുള്ളാകുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകണോ അതോ 2 ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകണോ എന്നുള്ള ആകെ കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. എന്നാണെങ്കിലും പേർപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്രൂപ്പും ഒരു ഒറ്റക്കെട്ടായിരിക്കും. പരസ്പരം പരിചയപ്പെടാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. അതുപോലെ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനോ കാര്യങ്ങളോ നമ്മൾ വരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എബവ് 18 ഇയേഴ്സും അതുപോലെ സ്വന്തമായിട്ട് വരാനും പോകാനുമുള്ള കഴിവും തൻ്റെ ഇടവും വീട്ടിൽ നിന്നും പെർമിഷനും അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ള ഒരു ഗേൾ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ നമ്മുടെ ആർമി ക്യാപ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. കാര്യം നമ്മുടെ ഗ്രൂപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ 4 അഡ്മിൻസിനെ കൊണ്ട് മാത്രം നടക്കില്ല. അപ്പോൾ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നിങ്ങളെ ഓരോരുത്തരെ വീതം നമ്മൾ ഏൽപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രീമിങ്ങും മറ്റു കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ഫോളോയിങ് ഒന്നുമല്ല. സ്ട്രീമിങ്ങിന്റെ മറ്റു കാര്യങ്ങളുടെ എല്ലാം ഷെഡ്യൂൾ നമ്മൾ തരും. അതനുസരിച്ച് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ സ്ട്രീം ചെയ്യുക. പിന്നെ വേറെന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിനുള്ള ഒരു ഗ്രൂപ്പിസം പാടില്ല. അവളാണ് ഫേവറേറ്റ്, ഇവളാണ് ഫേവറേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപോലാണ്. അവിടെ വേറൊരു വിധത്തിലുള്ള ഡിഫറൻസും ഇല്ല. ബയസിന്റെ പേരിലുള്ള ഫൈറ്റോ വാരോ ബയസിന്റെ പേരിലുള്ള ഗ്രൂപ്പീസോ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. OT7 ആണെങ്കിലും ശരി, സെപ്പറേറ്റ് ബയസ് ആണെങ്കിലും ശരി, എല്ലാവരും ഒന്നാണ്. ആ രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് പോകുന്നത്. ആ രീതിയിലായിരിക്കും ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത്. മെയിൻലി സാറ്റർഡേ ഈവനിങ് ഒക്കെ നമുക്ക് കുറച്ച് ടൈം ഗ്രൂപ്പിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയും. ആർമിക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചാരിറ്റി ഒക്കെ വരുമ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാകേണ്ടി വരും. അതുപോലെ ഏതെങ്കിലും പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണിത്. പിന്നെ മെയിൻലി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. +1 +2 മുതലുള്ള പിള്ളേരെ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതായത് 10th അതിന് താഴേക്കുള്ള ഗേൾസിനെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഠിത്തം, വീട്ടിൽ നിന്നുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഗ്രൂപ്പ് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർമി ഫോട്ടോ കോമ്പറ്റീഷൻ്റെ കാര്യം മറക്കണ്ട. ഫോട്ടോ കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫോട്ടോ അയച്ചു തരിക. അതോടൊപ്പം നിങ്ങൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ അയച്ചു തരിക. ഇതൊന്നും കൊണ്ട് അഡ്രസ്സും ഫോൺ നമ്പരും ഒന്നും കൊണ്ട് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്ത് കൊടുക്കണ്ട. അത് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത്ര ദിവസം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അറിയാം. BTS തിരിച്ചു വരല്ലേ, ആക്റ്റീവ് ആവണ്ടേ. അപ്പോൾ വേഗം എന്നെല്ലാം പരിപാടിയാണെന്ന് വെച്ചാൽ എല്ലാത്തിലും വന്നൊന്ന് പങ്കെടുത്തേ. പിന്നെ ഫോട്ടോ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ May 30. അടുത്ത മാസം ആനിവേഴ്സറിക്ക് നിങ്ങൾക്ക് പ്രൈസ് തരാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ, ഞാനിങ്ങ് പോയേക്കുക. ബായ്, സലാങ്ങിയോ.